തരില്ല. ആകെ അവിടെ ഒരു സ്പൂണിന്റെ ഇത്രയും ഭാഗത്തിലുള്ള കറിയെ നമുക്ക് കിട്ടത്തുള്ളൂ. അതിന്റെ പകുതിയായിരിക്കും എനിക്ക് തരുന്നത്. എന്റെ ഉമ്മ ആ ലൈവ് കണ്ടിട്ട് എന്റെ ഉമ്മ കരഞ്ഞിട്ടുണ്ട്. ആണോ കുഞ്ഞെ? അപ്പോ താൻ അകത്ത് വന്നിട്ട് താൻ മറ്റുള്ളവരുടെ വീട്ടുകാരെയും കാമുകനെയും കാമുകിയെയും അമ്മയും അപ്പനെയും എല്ലാം പിടിച്ച് വലിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേനും ആ ഒരു വിഷമവും സങ്കടവും ബുദ്ധിമുട്ടും ഒന്നും അവർക്കാർക്കും ഉണ്ടായില്ലേ? ഈ വെച്ചമ്മ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. താങ്കളുടെ അമ്മയ്ക്ക് തോന്നിയതുപോലെ തന്നെ താങ്കൾ അതിനകത്ത് വെച്ച് കാണിച്ച കാര്യങ്ങൾക്ക് മറ്റവരുടെയും ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരിയായ മസ്താനി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായി വന്ന് ഒരാഴ്ച ഒളിവിപ്പോയതിനു ശേഷം സ്വന്തം ചാനലിൽ സ്വന്തമായിട്ടൊരു ഇന്റർവ്യൂ ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട്. ആ ന്യായീകരണത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരും സബ്സ്ക്രൈബ് ബട്ടണിൽ പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക, ഹൈപ്പയിൽ പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. പിന്നെ കമന്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ കമന്റ് ഇടുക, അൺസബ്സ്ക്രൈബ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യും. കൂടുതലായിട്ട് എടുക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ പ്രിയങ്കരിയായ മസ്താനി ബിഗ് ബോസ് ഹൗസിൽ നിന്നും നെഗറ്റീവ് ഗെയിമുകളുടെ രാജകുമാരിയായി മേപ്പോട്ട് പോയിട്ട് അതേപോലെ തന്നെ കാറ്റുപോയ ബലൂൺ പോലെ താഴോട്ട് വന്ന് ഒരാഴ്ചത്തെ വനവാസത്തിന് ശേഷം ഒരു ഇന്റർവ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. എവിടെ ഇന്റർവ്യൂ എടുത്തത്? സ്വന്തം ചാനലിൽ പുള്ളിക്കാരിയുടെ കൂട്ടുകാരെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ നടത്തി ഒരു സാധനം പബ്ലിഷ് ചെയ്തു. പുള്ളിക്കാരിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള പുള്ളിക്കാരുടെ ധാർമ്മിക ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് ആ സാധനം നമ്മളിലേക്ക് എത്തിച്ചത്. അപ്പൊ ഇതിനകത്ത് പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് മസ്താനിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വൺസ് അപ്പോൺ എ ടൈം ഞാൻ പുള്ളിക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. ഈ ലൈവിൽ പുള്ളിക്കാരി വന്നപ്പോഴത്തേനും ലൈവിൽ സംസാരിച്ചിട്ടൊക്കെ എനിക്ക് പുള്ളിക്കാരി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുള്ളിക്കാരി ബിഗ് ബോസിൽ വെച്ച് കളിച്ച കളി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ചും അപ്പാനി പുള്ളിക്കാരി ട്രിഗർ ചെയ്തു. അപ്പൊ തിരിച്ചും അതേ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 10 പടി മുകളിൽ പോയി ട്രിഗർ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്വാഭാവികമായിട്ടും മസ്താനി പുറത്ത് വന്നപ്പോൾ ഞാനും അതിയെ സന്തോഷിച്ച ഒരാളാണ്. നമുക്ക് മസ്താനിക്ക് ആദ്യം പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ആദ്യത്തെ ചോദ്യം, ബിഗ് ബോസിൽ പോയി ഇപ്പോഴത്തെ താങ്കളുടെ ഫീലിങ്സ് എന്താണ്? കേട്ടോക്കാം. എന്റെ ഫീലിംഗ് എന്താ? എന്റെ ജീവിതത്തിൽ ഞാനെടുത്ത ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു ബിഗ് ബോസിൽ പോയതല്ല സുഹൃത്തെ താങ്കൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. ബിഗ് ബോസിൽ പോയതിനു ശേഷം അവിടെ താങ്കൾ കളിച്ച ഗെയിമാണ് മണ്ടത്തരമായി പോയത്. അതായത് നമുക്ക് നന്മമരം കളിക്കണമെന്ന് നീ ഒരിക്കലും പറയത്തില്ല, പക്ഷെ തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ തിന്മ ജയിക്കുന്ന പോലത്തെ ഒരു തിന്മയുടെ ഗെയിമാണ് താങ്കൾ അവിടെ കളിച്ചത്. മറ്റുള്ളവരെ ട്രിഗർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് താങ്കൾ ഉപയോഗിച്ച ടെക്നിക്ക്, ആ ടെക്നിക്കുകൾ ശരിയായില്ല. നമ്മളൊക്കെ MBA പഠിക്കുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ പോലും ഇമ്മാതിരി ടെക്നിക്കുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ആ ടെക്നിക്കുകളാണ് തെറ്റിപ്പോയത്. ഒരിക്കലും താങ്കൾ ചെയ്ത സാധനമല്ല. ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ചില മത്സരാർത്ഥികൾ പറയാറുണ്ട്, ഞാൻ അവിടെ പോയതിൽ വളരെ തെറ്റായിപ്പോയി, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ചെയ്യരുതായിരുന്നു, ഞാൻ അവിടെ പോകരുതായിരുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ തവണ DJ സിബിൻ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ട് ഇതേപോലെ സംഭവം. അതിന് മുമ്പത്തെ ഇതിൽ ആര്യ ഇതേ സെറ്റപ്പ്, ജാസ്മിൻ, ഇത് കുറേ ആളുകൾക്ക് സംഭവിക്കുന്നതാണ്. ഈ ബിഗ് ബോസ് ഹൗസിൽ പോകുമ്പോഴത്തേനും അവര് നമ്മുടെ ഈ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഒക്കെ പോലെ സാധനം തന്നും ഇതിനകത്ത് നമ്മൾ വായിച്ച് നോക്കിയിട്ട് സൈൻ ചെയ്യണം. ഇതിനകത്ത് നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്, നമ്മൾ ഇനിയുള്ള 100 ദിവസം എന്നെ വിറ്റ് നിങ്ങൾ കാശാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതം അവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ അവർ എന്നെ പോസിറ്റീവായിട്ട് മാത്രം കാണിക്കണം എന്ന് നമ്മൾ പറയുന്ന കാര്യമില്ല. അവർക്ക് എന്ത് കണ്ടന്റാണോ നിങ്ങളെ കാണാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് അവർ പുറത്തു വിടുക. അപ്പൊ മസ്താനിയെ ഒരു വില്ലത്തിയായിട്ടാണ് പുറത്തു വിട്ടത്. അതിന്റെ കാരണം മസ്താനി അവിടെ പാവമായിട്ടിരിക്കുകയാണെങ്കിൽ ഈ വില്ലത്തി ഇപ്പൊ സാബുമാനെ വില്ലനാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? സോ അപ്പൊ നമ്മൾ കാണിക്കുന്ന സാധനങ്ങൾക്ക് എത്തും കുറെ സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നാളെ സാബുമാൻ നെഗറ്റീവ് ആവില്ലെന്നല്ലോ കേട്ടോ. നമുക്ക് മസ്താനി പറയാൻ ബാക്കി കേൾക്കാം. അല്ലായിരുന്നോ അപ്പാനിയെ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നു, അതോടുകൂടെ കഷ്ടകാലം തുടങ്ങുന്നു. ശരിക്കും പറഞ്ഞ അപ്പാനി എവിക്റ്റ് ആയ സമയത്ത് അത്രയൊക്കെ ഓവറാവേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. ഇത്രയും ഉള്ളിന്ന് ചോദിക്കുന്ന ഒരു ഇന്റർവ്യൂറെ ഞാൻ ആദ്യമായിട്ട് കാണുക. അപ്പാനി എവിക്റ്റ് ആയിട്ട് ഇത്രയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇത്രയും ഉള്ളിന്ന് ചോദിക്കുന്നത്. ഈ ഇന്റർവ്യൂർ നല്ല നിലയിൽ വരണം. ഞെഞ്ഞായി വാ ഇവര് ഫ്രണ്ട്സ് ആട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് വരുന്നത്. സംഭവം നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നൈസാണ്. നമുക്ക് പിന്നെ മസ്താനിയുടെ റിപ്ലൈ ആക്കാം. എനിക്ക് തോന്നി. കാരണം അപ്പാനിയുടെ കേസ് എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഇപ്പം അതൊരു ഗെയിമാണ്. അപ്പം ഞാൻ അവിടെ നെഗറ്റീവ് ഗെയിമാണ് കളിച്ചത്. അതിൻ്റെതാണ് ജോസഫേ. അപ്പൊ കുട്ടിക്ക് അറിയാം കുട്ടി അവിടെ നെഗറ്റീവ് ഗെയിമാണ് കളിച്ചതെന്നുള്ളത്. നെഗറ്റീവ് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ പുറത്ത് നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളല്ലേ വരത്തുള്ളൂ. പോസിറ്റീവ് ഗെയിം കളിക്കണമായിരുന്നു. നമ്മുടെ തെറ്റാണോ? ബിഗ് ബോസിന്റെ തെറ്റാണോ? ഇപ്പൊ ബിഗ് ബോസ് ഓരോരുത്തരെയും എങ്ങനെ പുറത്തേക്ക് കാണിക്കണം എന്നൊരു സ്ക്രിപ്റ്റ് ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എന്നെ നെഗറ്റീവായിട്ട് കാണിക്കണം, ഞാൻ നെഗറ്റീവായിട്ട് ഒന്നും ചെയ്യുന്നില്ലേ, പിന്നെ എന്നെ എങ്ങനെ നെഗറ്റീവായിട്ട് കാണിക്കും? അത്രയും ഇങ്ങനെ എഡിറ്റ് ചെയ്ത് സ്മഡ് ചെയ്ത് അവനെ പറയുന്നത് ഇങ്ങനെ എഡിറ്റ്, അത്രയ്ക്ക് ഒരു മെനക്കെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അങ്ങനെ തോന്നിയാലും ചെയ്താലും നിങ്ങൾ ഈ 100 ദിവസം എന്നെ കൊന്നു കൊലവിളിച്ച് കറി വെച്ച് തിന്നോന്ന് പറഞ്ഞ് അവർക്ക് എഴുതി കൊടുക്കുക. അവരെ ചെയ്താലും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളെല്ലാം പോകാതിരിക്കണമായിരുന്നു. ഇപ്പൊ പല പ്രേക്ഷകരും എന്നെ അതിന്റെ പേരിൽ കുറെ ട്രോൾസ് വരുന്നുണ്ട്, കുറെ ക്രിറ്റിസിസംസ് വരുന്നുണ്ട്. അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കളിച്ചത് നെഗറ്റീവ് ഗെയിം ആയിരുന്നു. വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആളുകളെ എന്നെ ഇരുത്തി അവിടെ ഇങ്ങനെയാണ് ഇതുപോലെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും ഞാൻ അവിടെ പോയിട്ട് നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് കാണിച്ചത്. എനിക്ക് അപ്പൊ ആർക്കാണ് തല്ലിട്ടത്തിന്റെ കുറവ്? അപ്പൊ താൻ ബിഗ് ബോസിന്റെ ഇത് മൊത്തം ലൈവ് മൊത്തം പുറത്തിരുന്ന് കണ്ടു. തനിക്ക് വളരെ വ്യക്തമായി അറിയാം ഇതാണ് ബിഗ് ബോസ്, ഇങ്ങനെയാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്, നെഗറ്റീവായിട്ട് ഞാൻ നിന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും. അതെനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് യൂസ് ചെയ്ത് അനീഷ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് സീസണിൽ ഭയങ്കര നെഗറ്റീവായിട്ട് അടിച്ച് കയറ്റി വെച്ചിട്ട് പുള്ളിക്കാരൻ പോസിറ്റീവായി ഇപ്പോൾ ഒരു ഏട്ടായ സ്ഥാനത്തിലേക്ക് പുള്ളി മത്സരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ആ ഒരു കാലിബർ നമുക്ക് വേണമായിരുന്നു. ആകെ നിന്നത് 2 ആഴ്ച. ആദ്യത്തെ ആഴ്ച നോമിനേഷനിൽ ഞാനില്ല, രണ്ടാമത്തെ ആഴ്ച നോമിനേഷൻ വന്നപ്പോൾ ഞാൻ പുറത്തായി. അപ്പം നമ്മുടെ സൈഡിൽ തെറ്റുണ്ട്. നമ്മൾ ഞാൻ ബിഗ് ബോസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർ തത്ത പറയണ പോലെ തത്തമേ പൂച്ച പൂച്ച എന്ന് മാത്രം പറയണമെന്ന് പറഞ്ഞ് കയറ്റി വിട്ടിട്ട് അവിടെ ചെന്ന് മാടപ്രാവീവാ പാടിക്കഴിഞ്ഞാൽ അവര് ഇത് തന്നെ സംഭവിക്കും. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ അറിയാം അപ്പാനിയുടെ കേസിൽ എനിക്ക് അവിടെ ആരോടും പേഴ്സണലി ഒരു വിരോധമില്ല. ആ ഗേറ്റ് കടന്ന് ഞാൻ ഇറങ്ങിയതോടുകൂടി എനിക്ക് അവിടെ ഉള്ള ആൾക്കാർ ആ ഇറക്ക് ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ആര്യൻ്റെ ഒരു ചിക്കിച്ചക്ക എനിക്ക് ആര്യനിൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം മാത്രമേ ഉള്ളൂ. മസ്താനി, ബാക്കി പറയും മസ്താനി. ഞാനും പറയുന്നുണ്ട് അപ്പാനിക്കളിയൊക്കെ അങ്ങ് അങ്കമാലി കാണിച്ചാൽ മതി, ഇവിടെ കാണിക്കേണ്ട അത് ഞാനും പറയുന്നുണ്ട്. എന്നിട്ടാണ് അപ്പാനി കസേരയിൽ എണീറ്റിട്ട് എൻ്റെ അടുത്തേക്ക് എന്തോ ഈ വാക്ക് തർക്കത്തിന്റെ ഇടയിൽ വന്നിട്ട് ഒരു തെറി വിളിച്ചു. അതെനിക്ക് നമ്മൾ നോർമലി കേൾക്കുന്ന ഒരു സാധനമല്ല. ഈ മസ്താനി ഉണ്ടല്ലോ പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വരുമായിരുന്നു. മസ്താനി പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വരുമ്പോഴത്തേനും കുറെ ഞരമ്പന്മാര് ഈ മസ്താനിക്ക് കുറെ ഞരമ്പ് മെസ്സേജുകൾ അയക്കും. മസ്താനി അന്നേരം ആ കമന്റ് അങ്ങോട്ട് വെച്ചിട്ട് മാപ്പാ താപ്പു തൂപ്പി താപ്പാ താപ്പാ താപ്പ ഒരു വിളിയങ്ങിട്ട് വിളിക്കും. ആ മസ്താനി കേട്ടിട്ടില്ലാത്ത സാധനം അപ്പാനി വിളിച്ചു എന്നാണ് പറയുന്നത്. ഒരിക്കലും അപ്പാനി ചെയ്തത് ശരിയാണെന്നൊരു വാദം നമുക്കില്ല. അപ്പാനി ചെയ്തതിനുള്ള ഫലം അപ്പാനി അനുഭവിക്കുന്നുണ്ട്. അതേപോലെ മസ്താനി ചെയ്തതിനുള്ള ഫലം മസ്താനി അനുഭവിക്കണം. മസ്താനിക്ക് അവിടെ കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ അപ്പാനി എവിടെയും പൊട്ടനും പോയി ഈ മണ്ടനും പോയി ഈ ബോട്ട് കിട്ടി ആ ഒരു സെറ്റപ്പ് അവിടെ കാണിച്ചു. ആ സെറ്റപ്പ് കാണിക്കാൻ പാടില്ലായിരുന്നു. കാരണം ആ വീട്ടിൽ അത്രയും നാൾ അപ്പാനി അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് നിന്നാണ്. നിങ്ങൾ അപ്പോഴത്തേനും വന്നു കയറിയ ഒരു ഏലിയൻ മാത്രമാണ്. അവരെല്ലാം സംഘടിച്ചു തൻ്റെ സംഘടന തൂക്കിയെടുത്ത് വെളിക്കളഞ്ഞു. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല. പുറത്തിറങ്ങുമ്പോഴത്തേനും അളിയ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയെന്ന് പറയാനേ നിവൃത്തിയുള്ളൂ. ഇതിനൊന്നും നമുക്ക് ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമെന്ന് തോന്നില്ല കേട്ടോ. കുറച്ചുകൂടി വേസ്റ്റ് ആയിട്ടുള്ള ഒരു തെറിയാണ് വിളിച്ചത്. ഒരു സക്ഷേമിങ് പോലത്തെ ഒരു സാധനം. അത് പറയുമ്പോഴാണ് ഞാൻ പറയുന്നത് നിനക്ക് പുറത്ത് ഗർഭിണിയായ ഭാര്യയില്ലേ, അതിനെ വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചത് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് പുറത്തു. എന്തിനാണ് ആ മാത്രം പറയാൻ പോയത്? അതിലല്ലേ പ്രശ്നം ഉണ്ടായത്. നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? നമ്മുടെ വായിൽ നിന്ന് ഓരോന്ന് വീണ് പോയിട്ട് അത് മാത്രം ബിഗ് ബോസ് എടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ബിഗ് ബോസ് ഈ ഷോ നടത്തുന്നത് നിങ്ങൾക്ക് പോപ്പുലാരിറ്റി ഉണ്ടാക്കി തരിക, നിങ്ങളെ പോസിറ്റീവായിട്ട് കാണിക്കുക, നിങ്ങൾക്ക് കുറെ വർക്ക് പിടിച്ചു തരിക എന്നുള്ള ഉദ്ദേശത്തിലല്ല. അവർ കുറെ കോടികൾ ആ ഷോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്ത കോടികൾ അവർക്ക് തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് ലാഭം ഉൾപ്പെടെ തിരിച്ചെടുക്കണം. അതിന് ഇവനെരാ എന്ന് പറഞ്ഞ് ഇവനെ എടുത്ത് അറക്കാൻ ഇട്ട് കൊടുക്കും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ അഗ്രിമെന്റ് ഒക്കെ വായിച്ചു നോക്കി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് എന്നെ തൂക്കിയർത്ത് വിറ്റോ, എൻ്റെ ഇമോഷൻസ് എല്ലാം നിങ്ങൾ എടുത്തോ കൊണ്ടൊക്കോ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു വാക്കിൽ വീഴാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു വാക്ക് വീണ് ബിഗ് ബോസ് അതിന് മാത്രം ഹൈലൈറ്റ് ചെയ്യണമെന്ന് തോന്നി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ വ്യൂസ് വന്നിട്ട് പോകും, ഓഡിയൻസ് കൂടുതലായിട്ട് വരും, TRP വരും, നമുക്ക് ഫണ്ട് വരും. അവരത് ചെയ്തു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുഞ്ഞ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനിയെങ്കിലും നന്മപരമായിട്ട് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ മസ്താനി ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളാണ്. അപ്പം മസ്താനി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് മസ്താനി ഇത് തന്നെ ചെയ്തിട്ടുണ്ട്. മറ്റവരുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സാധനങ്ങളെ ചൊറിഞ്ഞെടുക്കുകയും അവരെ പ്രൊവോക്ക് ചെയ്യുകയും അവരുടെ നെഗറ്റീവ് സൈഡ് പുറത്തേക്ക് വരുന്ന സാധനങ്ങൾ ഈ മസ്താനി ഉൾപ്പെടെയുള്ള ആങ്കർമാർ ചെയ്യാറുമുണ്ട്. അപ്പം നിങ്ങളിത് ചെയ്യാതിരിക്കുക. സൈബർ ബുള്ളിങ് നമുക്ക് കിട്ടിയപ്പോൾ മനസ്സിലായല്ലോ അതിൻ്റെ ഒരു വേദനയും വിഷമവും ബുദ്ധിമുട്ടും എല്ലാം. ഇത് മറ്റൊരാൾക്ക് ഇനിയും കൊടുക്കാതിരിക്കുക കേട്ടോ. ആ ബാക്കിയൊക്കെ പറഞ്ഞ പാട്ട് മാത്രം വെളിയിൽ വന്നു. അതാണ് അപ്പാനി പറഞ്ഞു ഒന്നും വന്നില്ല. പൊതുവെ അവിടെ ഉള്ള അപ്പാനി എങ്ങനെയാന്ന് വെച്ചാല് അപ്പാനിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് അത് ഞങ്ങൾ കേറുന്ന അതുകൊണ്ട് അപ്പാനിയുടെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നാൽ അപ്പാനി ക്ഷമ പറയും, മറ്റൊരു ഭാഗത്തുനിന്ന് തെറ്റ് വന്ന ക്ഷമ പറയത്തില്ല. അപ്പൊ മസ്താനിയോട് പറഞ്ഞ തെറ്റിന് മാത്രം ക്ഷമ ചോദിച്ചില്ല. ഇതാണ് പറയുന്നത്. അതൊന്നും എനിക്കറിയത്തില്ല. അത് അപ്പാനിയോട് തന്നെ ചോദിക്കില്ല. നമുക്ക് ബാക്കിയേക്കാം. തെറിയാണ് നിന്നെ വിളിച്ചത്. എന്നെ മാത്രമല്ല ഒരുപാട് അപ്പാനി എന്ന് പറയുന്ന ഒരു ഗെയിമർ വിളിക്കുന്ന തെറികളൊക്കെ ഞാൻ പിന്നീട് സോഷ്യൽ മീഡിയ നോക്കിയ സമയത്ത് കമന്റ്സിലൂടെ എനിക്ക് മനസ്സിലായി. അങ്ങനെ റിപ്പീറ്റഡ് വാല്യൂ അടിച്ച് കേൾക്കാൻ വേണ്ടിയുള്ള തെറികളൊക്കെ അപ്പാനി വിളിച്ചോ? എന്റെ അപ്പാനി ഇത് ഇപ്പൊ എവിടെ പോയി പഠിച്ചുമാതിരി തെറികളൊക്കെ അതൊക്കെ നമ്മുടെ കുന്നുങ്ങളെ ഭാഗത്തൊക്കെ ഇറക്കം കിട്ട്. അപ്പാനിയുടെ ഒരു കാര്യം പുള്ളിയുടെ കാര്യങ്ങൾ വെളിയില്ലാതെ എനിക്കറിയില്ല. ഗ്ലോറിഫൈ ചെയ്യുവാണ്. അപ്പൊ തെറി വിളിക്കുന്ന ഒരാൾ ബിഗ് ബോസിന് മാൻലി ആയിട്ടുള്ള വ്യക്തിയാണോ? അല്ല, തെറി വിളിക്കുന്ന ഒരാളെ ഗ്ലോറിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പോൾ പലരും നിന്നേനെ. ഇതിനകത്ത് നിങ്ങൾ പറയുന്ന പ്രകാരം അപ്പാനിയെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇവർക്ക് എന്തോ കിട്ടാനുണ്ടെന്നുള്ളതാണ്. ബേസിക്കലി അതിനകത്ത് ഒരു ഫേവററ്റിസം ഉണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അനുമോളെ താറുമാറ് തപ്പട്ട്മാറാക്കുന്ന രീതിയിലാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. ഈ ജീവൻ എന്ന് പറയുന്നവനെ ഇന്നലെ കയറ്റിവിട്ട് എന്തു മാങ്ങത്തിലേക്ക് അവനെ കയറ്റിവിട്ടെ. ആ പ്രൊമോയിൽ പോലും അവനില്ല.
അത് അനുമോളെ തകർക്കുന്ന അവസാനത്തിലാണ് ലാലേട്ടൻ അനുമോളെയും ജിസയിലും എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരേ കാര്യത്തിന് ജിസേനോട് ആണോ കുട്ട ചക്കര മുത്തേ ഇരിക്കടി, അനുമോളോട് നീ ആര് പറഞ്ഞത് ചെയ്യാൻ, ഈ ഒരു സെറ്റപ്പിലാണ് അവിടെ ഒരു ഫേവറിറ്റിസം നടക്കുന്നുണ്ട്. അത് മേ ബി TRPക്ക് വേണ്ടിയിട്ടായിരിക്കും, അതിൽ ഇന്നാളെ നെഗറ്റീവായിട്ട് കാണിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പുള്ളിയുടെ എവിക്ഷൻ ഭയങ്കര ഒരു സാഡിസ്റ്റിക് എവിക്ഷൻ ആയിരുന്നു. അത് ഉള്ളതാണ്. ആ പുലി കളിച്ച് ഡാൻസ് ചെയ്ത് നമ്മൾ അത്രയും ഒരു ടെൻഷനിൽ നിൽക്കുമ്പോൾ പോകുമോ ഇല്ലയോ എന്ന് അറിയാണ്ട് അത് ശരിക്കും സാഡിസ്റ്റിക് ആയിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ ഔട്ട് ആയതിൽ എനിക്ക് പേഴ്സണലി സന്തോഷം തോന്നി. ആ സാഡിസ്റ്റിക്കിനെയാണ് മോള്, അപ്പൊ മോൾക്കറിയാം ഇത് സാഡിസ്റ്റിക് ആയിരുന്നു എന്ന്. അപ്പം മോൾ അവർ എവിക്റ്റ് ആയപ്പോഴത്തേനും ലെവല് തിരിച്ചും സാഡിസ്റ്റിക് ആയി. അപ്പൊ അവരതങ്ങനെ ചെയ്തത് കൊണ്ടാണ് നമുക്ക് ആ പ്രയാസവും ബുദ്ധിമുട്ടും മനസ്സിലായത്. അല്ലാതെ മസ്താനി ചുമ്മാ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ മസ്താനിക്ക് ഒരു പക്ഷേ ഇത് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പാനി ചെയ്തത്, അപ്പാനി വിളിച്ച തെറി മേഡിൻ മറ്റേ എവിടെ നിന്നാന്ന് എനിക്ക് അറിയത്തില്ല, അത് നല്ലതാന്ന് ഞാൻ പറയുന്നില്ല. ബെസ്റ്റ് കരണ്ടിന് പോലും സഹിച്ചില്ല. എൻ്റെ അപ്പാനി ഇമാര് തെറിന് വിളിക്കില്ല കേട്ടോ, ഒരു ഇടുക്കിയിലെ കരണ്ട് ഒരു അടിച്ചു പോയി. നമുക്ക് മസ്താനി ബാക്കിയേക്കാം, ഫ്ലോ അങ്ങ് പോയി തരില്ല. ആകെ അവിടെ ഒരു സ്പൂണിന്റെ ഇത്രയും ഭാഗത്തിലുള്ള കറിയെ നമുക്ക് കിട്ടത്തുള്ളൂ. അതിന്റെ പകുതിയായിരിക്കും എനിക്ക് തരുന്നത്. എന്റെ ഉമ്മ ആ ലൈവ് കണ്ടിട്ട് എന്റെ ഉമ്മി കരഞ്ഞിട്ടുണ്ട്. ആണോ? സത്യം. എന്റെ ഉമ്മി അവിടെ ഇരുന്ന് കരയായിരുന്നു. കാരണം അത് മാത്രം ഇവർ ശരിക്കും ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് മാത്രം എന്തിനാണ് ബിഗ് ബോസ് ഫോക്കസ് ചെയ്ത് കാണിച്ചത്? എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഫോക്കസ് ചെയ്ത് കാണിക്കായിരുന്നു. ഇനി അതിനകത്ത് ഫുഡ് കുറവായിരിക്കും എന്ന് താങ്കൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നല്ലോ, താങ്കൾ ലൈവ് കണ്ടതല്ലേ. അപ്പൊ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 2, ബിന്നി തന്നോട് ഇങ്ങനെ ചെയ്തപ്പോൾ തനിക്ക് ഫീൽ ആയെങ്കിൽ താൻ മറ്റുള്ളവരോട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ആദ്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ അതിനകത്തെ ഏറ്റവും നല്ലൊരു പീസായിട്ട് നമ്മൾ കണക്കാക്കുന്നത് സാബുമാനെയാണ്. ആർക്കും ദോഷത്തിനും പോത്തില്ല, ഗുണത്തിനും പോത്തില്ല, ഒന്നിനും പോത്തില്ല. അവനോടാണ് ഇത് ചെയ്തെങ്കിൽ നമുക്ക് ചോദിക്കാം. മസ്താനി അവിടെ പലരെയും വെറുപ്പിച്ച് എല്ലാവരുടെയും പടലേക്ക് കയറി അവന്റെ കഴുത്ത് പിടിച്ച് ഓടിച്ചിട്ട്, ഞാൻ നിന്റെ കഴുത്ത് ജസ്റ്റ് ഒരു 90 ഡിഗ്രി തിരിച്ച് ഓടിച്ചിട്ടുണ്ട്, പക്ഷെ നീ എനിക്ക് ഇങ്ങോട്ട് പൂക്കൾ വരി എറിഞ്ഞിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. മസ്താനി അവിടെ ചെയ്തതിനാണ് കിട്ടിയത്. ഇതൊരു ഗെയിമാണ്, ഈ ഗെയിം ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. ബിഗ് ബോസിന് കാണണമെന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമേ ബിഗ് ബോസ് കാണിക്കത്തുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ തന്നെ ഒനിലിന്റെ ഇഷ്യൂ എനിക്ക് പറയാനുള്ളത് കേൾക്കുന്നില്ല അവര്. അത് ഞാൻ ലാലേട്ടനല്ല കുറ്റം പറയുന്നത്, അതിന്റെ പുറകിലുള്ള ആൾക്കാരെയാണ്. കാരണം അവര് മസ്താനിയോട് ഇരിക്കും എന്ന് പറയുമ്പോഴാണല്ലോ ലാലേട്ടൻ പറയുന്നത് അവിടെ ഇരിക്കും. ലാലേട്ടനെ വല്ലതും പറഞ്ഞ ഇവിടെ കടപ്പുറം കുത്തിനെ പിടിച്ചു വാങ്ങും. ഇതിനകത്ത് സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ലാലേട്ടൻ ഇതിനകത്ത് ജസ്റ്റ് ഒരു ആക്ടർ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ലാലേട്ടനോട് ലാലേട്ടാ ഇന്നാളെ ചൊറി ലാലേട്ടാ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ചൊറിയും, ലാലേട്ടാ ഇന്നാള് പാവം തലോടി വിട്ടാർ ലാലേട്ടാ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ തലോടി വിടും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ്, അതിനകത്തൊന്നും നമ്മൾ തെറ്റും പറയുന്നില്ല. പക്ഷെ ഇതിനകത്ത് സംഭവം എന്താണെന്നറിയാമോ? ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് ഇട്ടുകൊണ്ട് കഴുത്തിടുന്നത്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ ഇങ്ങനെയാണ്, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, പുറത്തുനിന്ന് കണ്ടവർക്കും അറിയാം. നിങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിങ്ങളുടെ ഒരു വിധി അനുസരിച്ചിട്ടിരിക്കും. എനിക്ക് പോസിറ്റീവ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും അലേർട്ടായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കണം. എല്ലാ സീസൺ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ഒരു 90% ആളുകളും നെഗറ്റീവായിട്ടാണ് ഇറങ്ങുന്നത്. മസ്താനി നെഗറ്റീവായിട്ടാണ് ഇറങ്ങിയത്. ഒരു അടുത്ത സീസൺ വരുന്നവരെ ക്ഷമിക്കുക. അതുവരെ താങ്കൾക്ക് ഈ ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു നെഗറ്റീവായിട്ട് നിൽക്കും. എത്രയും പെട്ടെന്ന് മാറട്ടെ. എനിക്ക് മസ്താനിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ മസ്താനിയുടെ ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തുക. അതായത് കഴുത്തുകൊണ്ട് ഇവിടെ വെച്ചാൽ അറക്കുമെന്നറിയാം, എന്നിട്ട് കഴുത്തുകൊണ്ട് വെച്ചിട്ട് കത്തി വന്ന് വീണിട്ട് എന്നെ അറത്തു എന്ന് പറയുന്ന കാര്യമില്ല. നമ്മൾ അറക്കാനായിട്ട് വെച്ചു കൊടുത്താണ്. ബിഗ് ബോസ് അങ്ങനെയാണ്. അങ്ങനെ അത് ഓക്കെ ആണെങ്കിൽ പോവുക, അല്ലെങ്കിൽ പോകാതിരിക്കാൻ മറ്റൊരു ഡേറ്റാണ് വരെ.